ഈ ദുരിതാശ്വാസ ക്യാമ്പിൽ നിന്നുള്ള ഏറ്റവും പുതിയ വിവരം എന്തെല്ലാമാണ്? സ്വാതി, ഞാൻ ഈ ദുരിതാശ്വാസ ക്യാമ്പിന് തൊട്ടടുത്തുള്ള മേപ്പാടി പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിലാണുള്ളത്. മേപ്പാടി പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിലാണ്. നമുക്കറിയാം, ഞാൻ ഇന്നലെ മുതൽ പറയുന്നതാണ്, ഇവിടെയാണ് ഏറ്റവും കൂടുതൽ മൃതദേഹങ്ങൾ കൊണ്ടുവരുന്നത്. ഇങ്ങോട്ടേക്കാണ് മിക്കപ്പോഴും മൃതദേഹങ്ങൾ ആ ദുരന്തമുഖത്ത് നിന്ന് നേരിട്ട് ഇങ്ങോട്ടേക്കാണ് എത്തിക്കുന്നത്. ഇവിടെയാണ് ഏറ്റവും അധികം ആളുകൾ അവരുടെ ഉറ്റവരെ കാത്ത് ഇരിക്കുന്ന സ്ഥലവും ഈ മേപ്പാടി പ്രാഥമിക ആരോഗ്യ കേന്ദ്രമാണ്. ഏതാണ്ട് മരണസംഖ്യ 293 ആയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ഒടുവിൽ നമുക്ക് കണക്കാക്കാൻ കഴിയുന്ന കണക്ക്. അതാണ് ഒരുപക്ഷെ കേരളത്തിൻ്റെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ കണക്ക് എന്ന് പറയേണ്ടി വരും. ഒരു പ്രകൃതി ദുരന്തത്തിൽപ്പെട്ട് കേരളത്തിൽ ഇത്രയധികം ആളുകൾ മരിക്കുന്നത് ഇത് ആദ്യമാണ് എന്ന് തന്നെ പറയാം. അങ്ങനെ വയനാട് ദുരന്തം ആ തരത്തിൽ കേരളത്തിൻ്റെ ഒരു വലിയ നോവായി, വലിയ ദുരന്തമായി മാറുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. മരണസംഖ്യ ഇതിലും ഉയരും എന്നാണ് ഇവിടെ കൂടിയിരിക്കുന്നവരുടെ വാക്കുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം ഇനിയും ഒരുപാട് പേരെ കണ്ടെത്താനുണ്ട്. അവർ കാത്തിരിക്കുന്നത് അവരുടെ ഉറ്റവരെയാണ്. അവർ ഇനിയും ഒരുപാട് പേരെ കാണാനുണ്ട്. അവരുടെ വീടുകൾക്ക് മുകളിലൊക്കെ മണ്ണടിഞ്ഞു കിടക്കുകയാണ്. ആ പ്രദേശത്തൊന്നും തന്നെ കാര്യമായ രീതിയിൽ പരിശോധന ഇപ്പോഴും നടന്നിട്ടില്ല എന്ന് പരാതി പറയുന്ന നിരവധി പേരെ കണ്ടു. ഏതാണ്ട് 244 പേരെ കാണാനില്ല എന്നാണ് പറയുന്നത്. ഈ മരണക്കണക്കുകൾ നമ്മൾ സർക്കാർ കണക്കുകളേക്കാൾ കൂടിയ കണക്കാണ് ഈ ഘട്ടത്തിൽ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ 244 എന്ന് പറയുന്ന കണക്കിലും മാറ്റം വന്നേക്കാം. എങ്കിൽ പോലും മരണസംഖ്യ കൂടിയേക്കാം എന്ന് പറയുന്ന ആശങ്കയാണ് എല്ലാവരും പങ്കുവയ്ക്കുന്നത്. അങ്ങനെ കേരളത്തിൻ്റെ തന്നെ ഒരു മഹാദുരന്തമായി വയനാട് മാറിക്കഴിഞ്ഞു. വയനാട്ടിലെ ഉരുൾപൊട്ടൽ ദുരന്തം ഒരു മഹാദുരന്തമായി ഇതിനോടകം മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. 293 മരണങ്ങളുമായി. അതിനിടയിലും പ്രത്യാശ പകരുന്ന ഒരു കാര്യം ഉള്ളത്, ഇപ്പോഴും നമുക്ക് 3470 പേരെ രക്ഷിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. 8856 പേർ 82 ക്യാമ്പുകളായി കഴിയുന്നുമുണ്ട്. ഇവിടെ ഉള്ളവർ പങ്കുവയ്ക്കുന്ന കാര്യം, ഈ രണ്ടാം ദിനത്തിലേക്കൊക്കെ എത്തുമ്പോൾ അനലിറ്റിക്കലായി അവർ കാര്യങ്ങളെ കാണുന്നുണ്ട്. അവർ കഴിഞ്ഞ ദിവസങ്ങളിലൊന്നും അവർ ഇക്കാര്യങ്ങളെക്കുറിച്ച് ഒന്നും മിണ്ടുന്നുണ്ടായിരുന്നില്ല. ഉറ്റവരെ ബന്ധുക്കളെ കാത്തിരിക്കുന്നവർ ഒന്നും മിണ്ടാതെ ആകെ ഉള്ളുലഞ്ഞ് ആകെ സ്തബ്ധരായിരിക്കുന്ന കാഴ്ചയാണ് ഇവിടെ കണ്ടതെങ്കിൽ, ഇന്ന് ഇവിടെ വരുമ്പോൾ കുറച്ചുകൂടി ഒരു ഗൗരവപ്പെട്ട ഒരു മുന്നറിയിപ്പ് കിട്ടിയിരുന്നുവെങ്കിൽ ഒരുപക്ഷെ കൂടുതൽ ആളുകൾ ഈ പ്രദേശങ്ങളിൽ നിന്ന് മാറുമായിരുന്നു എന്ന് പറയുന്ന കാര്യം അവർ പറയുന്നുണ്ട്. ജലനിരപ്പ് ഉയരും പുഴയിൽ എന്നുള്ളത് മാത്രമായിരുന്നു അവർക്ക് കിട്ടിയിരുന്ന ആ മുന്നറിയിപ്പ്. ഒരു ഉരുൾപൊട്ടൽ മുന്നറിയിപ്പോ ലാൻഡ് സ്ലൈഡ് മുന്നറിയിപ്പോ മണ്ണിടിച്ചിൽ മുന്നറിയിപ്പോ അവർക്ക് കിട്ടിയിരുന്നെങ്കിൽ ഒരുപക്ഷെ കുറേയെങ്കിലും ആളുകൾ, നമുക്കറിയാം ഒരു പ്രകൃതി ദുരന്തം വരാനിരിക്കുന്നു എന്ന് പറഞ്ഞ് മുന്നറിയിപ്പ് വരുമ്പോൾ എല്ലാവരും ഒന്നും ഒരുപക്ഷെ മാറിയെന്നിരിക്കില്ല. എങ്കിലും കുറേ പേരെങ്കിലും ആ ഭാഗത്ത് നിന്ന് മാറുമായിരുന്നു എന്നുള്ള ഒരു കാര്യവും അവർ വേദനയോടെ പങ്കുവയ്ക്കുന്നുണ്ട്. പ്രധാനമായും അവർക്ക് ഈ ഘട്ടത്തിൽ പറയാനുള്ളത്, അവരുടെ തെരച്ചിൽ സംഘങ്ങളിൽ കൂടുതൽ നാട്ടുകാരെ ഉൾപ്പെടുത്തണം എന്നുള്ളതാണ്. പുറമേക്കുള്ള ആളുകൾ പോയി തെരച്ചിൽ നടത്തുമ്പോൾ ആ സ്ഥലങ്ങളിൽ കൃത്യമായി അവർക്ക് അത് കണ്ടെത്താൻ കഴിയില്ല എന്ന് പറയുന്ന കാര്യം കൂടി അവർ പറയുന്നുണ്ട്. തെരച്ചിൽ സംഘങ്ങളിൽ പ്രദേശവാസികളെ കൂടി ഉൾപ്പെടുത്തണമെന്ന വളരെ ജെന്യൂനായിട്ടുള്ള ആവശ്യം അവർ ഉന്നയിക്കുകയുണ്ടായി. എവിടുന്നാണ് ഷഫ് സംസാരിച്ചിരുന്നു ഞങ്ങളോട്, അത് കാരണം. കൊടുവള്ളി ആരാ കാണാനല്ലേ? ഞങ്ങൾ അവിടെ ഉള്ള ഒരു കുട്ടീനെ ഇവിടെ വിരുന്ന് വന്നപ്പോൾ മിസ്സായതാണ്. അപ്പോൾ അതന്നെ വെയിറ്റിങ്ങിലാണ് നിൽക്കുന്നത്. ആ കുട്ടീൻ്റെ വലിയമ്മയും വല്യാപ്പയും മൊത്തം ഫാമിലി ഉണ്ട്. 15 ആളുകളുണ്ട്. 15 പേര് ഒരു ഫാമിലി പെട്ട് അതിൽ 8 ആളെ കിട്ടി. ഇനി 8 അയാളെ കിട്ടാനുണ്ട്, കിട്ടിയിട്ടുണ്ട്. അവരുടെ വീടിരുന്ന ഭാഗത്തൊക്കെ തെരച്ചിൽ നടക്കുന്നുണ്ട്. പക്ഷേ ആളെ കിട്ടിക്കൊണ്ട് ഇരിക്കുന്നുണ്ട്. സംശയത്തിൻ്റെ അടിസ്ഥാനത്തിൽ ക്ലിയറൻസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. സംശയമുണ്ടോ ഇപ്പോൾ എത്തിയിരിക്കുന്നതിൽ? ഇപ്പോൾ ഒന്ന് ക്ലിയറൻസ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഒരു ഫോട്ടോ കിട്ടിയിട്ടുണ്ട്, അതിൻ്റെ ക്ലിയറൻസ് കിട്ടിയിട്ടില്ല. ആ ഫോട്ടോ ഏതാണ്ട് നമ്മൾ ആളാണെന്ന് ബോധ്യമുണ്ട്. പക്ഷെ ആ ബോഡി എവിടെ ഉള്ളതെന്നുള്ള ഇതുവരെ കണ്ടെത്തിയിട്ടില്ല. പലപ്പോഴും ഈ
ഘട്ടത്തിൽ ഇവിടെ എത്തുന്ന മൃതദേഹങ്ങൾ തിരിച്ചറിയാൻ കഴിയാത്ത ഒരവസ്ഥ, ഉറ്റ ബന്ധുക്കൾക്ക് പോലും തിരിച്ചറിയാൻ കഴിയാത്ത ഒരു അവസ്ഥ പോലും ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് DNA ആവശ്യം വേണമെന്ന് പറയുന്ന ശക്തമായ ആവശ്യം ഉയർത്തുന്നത്. നമുക്കറിയാം, ഈ എത്തിച്ചേർന്നതിൽ ശരീരഭാഗങ്ങളുണ്ട്. 91ഓളം ശരീരഭാഗങ്ങളാണ് എത്തിച്ചേർന്നിരിക്കുന്നത്. അപ്പോഴും അത് ആളുകളിൽ കൺഫ്യൂഷൻ ഉണ്ടാക്കും. പലപ്പോഴും ആന്തരികാവയവങ്ങൾ പോലും ഇവിടെ എത്തി എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. നേരത്തെ എന്നോടൊരു മാധ്യമപ്രവർത്തക പറഞ്ഞ കാര്യമാണ്, ഒരു കരളിൻ്റെ ഒരു ഭാഗം വന്നിരിക്കുന്നു. ഇങ്ങനെ DNA പരിശോധന ആവശ്യമാണ് എന്ന് പറയുന്ന, അത്യന്തം ആവശ്യമാണ് എന്ന് പറയുന്ന ഒരു ആവശ്യമാണ് ഏതായാലും ഈ ഘട്ടത്തിൽ ഉയരുന്നത്. ചാലിയാർ പുഴയുടെ തീരത്തുനിന്ന് മാത്രം 149 മൃതദേഹങ്ങളാണ് കണ്ടെത്തിയത്. ഇത്രയും ദൂരെയൊക്കെ ഒരു മൃതദേഹം ഒഴുകി പോകുമ്പോൾ അതിന് രൂപമാറ്റം വരുമെന്നുള്ള കാര്യം ഉറപ്പാണ്. ഉറ്റ ബന്ധുക്കൾക്ക് പോലും തിരിച്ചറിയാൻ കഴിയാത്ത ഒരു സാഹചര്യവുമുണ്ട്. മൃതദേഹങ്ങൾ കഴുകി വൃത്തിയാക്കി അവിടെ പോയാണ് അവർ തിരിച്ചറിയുന്നത്. ഇവരെല്ലാവരും പോയി തിരിച്ചറിയാനായി പോകുന്നത്. പലരും ഇവിടെ കൂടിയിരിക്കുന്നവരിൽ പലരും ഈ മൃതദേഹങ്ങൾ കണ്ടിട്ട് തന്നെ വല്ലാത്തൊരു ട്രോമയിലേക്ക് എത്തിച്ചേർന്ന മനുഷ്യരുണ്ട്. പലരും നമ്മളോട് കാര്യങ്ങളൊന്നും പങ്കുവയ്ക്കില്ല. ചെറിയ മക്കളെ നഷ്ടപ്പെട്ടവരുണ്ട്, അച്ഛനെയോ അമ്മയുമെയോ ഒക്കെ നഷ്ടപ്പെട്ടവരുണ്ട്. അങ്ങനെ സങ്കടം, ചുറ്റും സങ്കടം മാത്രം കാണാൻ കഴിയുന്ന ആ ഒരു കാഴ്ചയാണ് നമുക്ക് ഈ ഘട്ടത്തിൽ. ചുറ്റും സങ്കട വാർത്തകൾ മാത്രമാണ്, സങ്കട കാഴ്ചകൾ മാത്രമാണ്. സ്വാതി. വ്യക്തമാണ് ലക്ഷ്മി പത്മ. അവിടെ നിൽക്കുന്ന ആളുകളുടെ മുഖത്ത് അത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇന്ന് നമ്മൾ കണ്ട ദൃശ്യങ്ങളും എല്ലാം അത് തന്നെയായിരുന്നു പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, അത് തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നതും.